പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിച്ച് സമസ്ത മുഷാവറ അംഗം അബ്ദുൽ സലാം ബാഖഫി മതസൗഹാർദ്ദം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാം വിശ്വാസത്തിന് പോറലേൽക്കരുത്, അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുന്ന വിശ്വാസത്തെ ആഘോഷിക്കുന്നവർ സൂക്ഷിക്കണമെന്നും ഉപദേശം പാണക്കാട് സാദിഖ് അലി തങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തത് വലിയ വിവാദമായിരുന്നു. കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്രൈസ്തവ പുരോഹിതന്മാരെ സന്ദർശിക്കുകയും ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉൾപ്പെടെയുള്ള സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തി. ഭിന്നത രൂക്ഷമായതോടെ സാദിഖ് അലി തങ്ങളുമായി സമവായ ചർച്ചകൾ നടത്തുകയും ലീഗ് വിരുദ്ധ വിഭാഗം പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഫേസ്ബുക്ക് കുറിപ്പിറക്കുകയും ചെയ്തു. എന്നാൽ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ് അബ്ദുൽ സലാം ബാഖവിയുടെ പ്രസംഗത്തിൽ നിന്ന് ബോധ്യമാവുന്നത്. അള്ളാഹു ഏകദൈവമാണെന്നും അള്ളാഹുവിന് പുത്രൻ ഇല്ലെന്നും അത് വിശ്വസിച്ചും മനസ്സിലാക്കിയും പ്രവർത്തിക്കണമെന്നുമാണ് അബ്ദുൽ സലാം ബാഖവി പറയുന്നത്. അള്ളാഹുവിന് പുത്രൻ ഉണ്ടെന്ന് പറയുന്നവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഏകദൈവ വിശ്വാസത്തിന് എതിരാണ്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ അച്ചാരം വാങ്ങിയ സമൂഹമുണ്ട്. ഈമാൻ സംരക്ഷിക്കേണ്ടത് സുന്നികളുടെ ബാധ്യതയാണെന്നും അദ്ദേഹം പറഞ്ഞു. അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുന്നത് ആ വിശ്വാസത്തെ ആഘോഷിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ഗളബ് പിടിച്ചു പറ്റുന്നതിനെ തൊട്ട് അള്ളാഹുവിന്റെ ഗളബ്, അള്ളാഹുവിന്റെ വെറുപ്പ്, അള്ളാഹുവിന്റെ ശാപം വില കൊടുത്തു വാങ്ങാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ജാഗ്രത പുലർത്തണം. നമുക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് മതസൗഹാർദ്ദം വേണം. ആ വ്യക്തികളോട്, അവരോടും, എല്ലാ മതക്കാരോടും നമുക്ക് സൗഹൃദത്തോടെ ജീവിക്കണം. പക്ഷേ അത് വിശ്വാസത്തിന് പോറലേറ്റുകൊണ്ടാവരുത്. SKSSF തൃശൂർ ജില്ലാ ആദർശ സമ്മേളനത്തിലായിരുന്നു വിമർശനം. ഇൻഷുറൻസ് ഉൾപ്പെടെ ഇസ്ലാം വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പ്രസിഡന്റായ CIC വെള്ളം ചേർക്കുന്നു എന്ന ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. ജനം, കോഴിക്കോട്.